സതീശന് വേണ്ടി ആത്മാഹൂതിയും കലാപ ആഹ്വാനവും. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകോപനപരമായിട്ടുള്ള പ്രകടനങ്ങളാണ് നടക്കുന്നത്. ഇന്ന് അത്തരം പ്രകടനങ്ങൾ കലാപ കലുഷിതമാകും എന്നുള്ള സൂചനയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്നത്. ഈ പ്രകടനത്തിന് കോൺഗ്രസ് പ്രവർത്തകരുമായി വലിയ ബന്ധമില്ല എന്നാണ് എടുത്തു പറയത്തക്ക ഒരു കാര്യം. കാരണം തീവ്ര മുസ്ലിം വിഭാഗങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു പ്രകടനം സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാൻ പോകുന്നത്. അത് കലാപത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ ഭരണ സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പഴുത് മുതലെടുത്തുകൊണ്ട് ഇത്തരം മുസ്ലിം തീവ്രവാദികൾ അഴിഞ്ഞാടാൻ ആണ് സാധ്യത. അതിനിടയിൽ ആത്മാഹൂതി നാടകവും അരങ്ങേറാനുള്ള സാധ്യതയേറെയാണ്. വി ഡി സതീശന് വേണ്ടി ഇതാ ജീവൻ കളയാൻ വേണ്ടി വരെ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കാനുള്ള ഒരു ശ്രമം ഈ മുസ്ലിം തീവ്രവാദ സംഘടനകളെ മുൻനിർത്തിക്കൊണ്ട് സതീശൻ ഇപ്പോൾ നടത്തുകയാണ്. ഇന്നലെ തുടങ്ങിവെച്ച ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രകടനങ്ങൾ ഇന്ന് അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനിരിക്കെയാണ് വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പ്രതിരോധം തീർത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് ഈ പ്രകടനത്തിലും ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രകടനങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ പങ്കില്ല. മറിച്ച് തീവ്ര മുസ്ലിം സംഘടനകളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു ആത്മാഹൂതി ഭീഷണിയും കലാപ ആഹ്വാനങ്ങളും നടക്കുന്നത് എന്നാണ് കോൺഗ്രസുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങൾ പറയുന്ന സൂചന. അതനുസരിച്ചാണ് എങ്കിൽ വരും മണിക്കൂറിൽ കേരളം കലാപ കലുഷിതമാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രിയങ്ക വധരയും റോബർട്ട് വധരയും സോണിയാഗാന്ധിയോട് അഭ്യർത്ഥിച്ച ഒരു കാര്യം മുസ്ലിം ലീഗിനെ പിണക്കാതെ എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നുവെങ്കിലും വി ഡി സതീശന് അനുകൂലികൾ മുസ്ലിം ലീഗിന് അനുകൂലമാണ് എന്ന വിധത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങളെ ഇളക്കിവിടുന്നത്. പ്രകോപനപരമായ പ്രകടനങ്ങളെ ഇത്തരത്തിൽ ദിശ തിരിച്ചുവിടുന്നത്. കേരളത്തിൽ ഒരു കലാപം ഉണ്ടാകാനുള്ള സാധ്യത, ഒരു ആത്മാഹൂതി നാടകം നടക്കാനുള്ള സാധ്യത ഏറെയാണ്. അത്തരത്തിൽ സമ്മർദ്ദ തന്ത്രം പയറ്റിക്കൊണ്ട് തെരുവിലിറങ്ങിയിട്ടുള്ള പ്രകടനം നടത്തിക്കൊണ്ട് പ്രകോപനപരമായ പ്രകടനം നടത്തിക്കൊണ്ട് വി ഡി സതീശൻ തന്റെ അവസാനത്തെ ആയുധവും പുറത്തെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കർശനമായിട്ടുള്ള ഒരു ജാഗ്രത ഇക്കാര്യത്തിൽ കേരളം പുലർത്തേണ്ടതുണ്ട്. പലയിടങ്ങളിലും പ്രകോപനപരമായുള്ള കലാപത്തിനുള്ള ശ്രമങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ആത്മാഹൂതി നാടകങ്ങൾ നടക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ ഇപ്പോൾ ഭരണ സംവിധാനമില്ലാത്ത ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രകടനങ്ങളെയും ആത്മാഹൂതി നാടകങ്ങളെയും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. ഹലോ, അതെ സാർ, സുനിൽ സാറ്, അതെ നമ്മുടെ ദീപാദാസ് മുൻഷിയും ആയിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള MLA-മാരുടെ കൂടിക്കാഴ്ചയെ പറ്റി അറിഞ്ഞു. അപ്പോഴേ അതിന്റെ ഗവൺമെന്റായിട്ട് അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എന്റെ അഭിപ്രായം വേണുഗോപാൽ, കെ.സി. വേണുഗോപാൽ. എന്തുകൊണ്ട് വി ഡി സതീശനാകരുത്? അയ്യോ, ഈ കള്ള കഴിവേറുടെ മോൻ യാതൊരു കാരണവശാലും വരാൻ പാടില്ല. ഞാൻ ഇതിനു മുമ്പ് സാറിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവൻ ആമത്തലൻ യാതൊരു കാരണവശാലും കോൺഗ്രസ് പ്രസ്ഥാനത്തില് ഇനി ഉണ്ടാകാൻ പാടില്ല. അവൻ വനവാസത്തിന് പോട്ടെ. ഡാഷ് മോൻ ആമത്തലൻ വി ഡി സതീശൻ അവൻ രാജിവെച്ചിട്ട് വനവാസത്തിന് പോകട്ടെ. അവിടെ നമ്മളെ പ്രിയങ്കരനായ രാഹുൽ മാങ്കൂട്ടം മത്സരിച്ച് ആ മണ്ഡലം പിടിച്ചെടുക്കും. അതാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ഞാൻ കെ.സി. വേണുഗോപാലിന് പിന്തുണയ്ക്കുന്നുണ്ട്. എനിക്ക് സാർ ഇപ്പൊ പറഞ്ഞ വാർത്ത ഞാൻ കേട്ടുകൊണ്ടാണ് ഒരു കാരണവശാലും വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കരുത് ഞാൻ ആദ്യേ തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തോറ്റതേ ഞാൻ പ്രാർത്ഥിച്ചു, കുർബാന വരെയും ചെല്ലിച്ച് പോരെ ചൂണ്ടാന്റെ നാമത്തിൽ. എനിക്ക് ഈ സതീശിനെയും കണ്ടുകൂടാ, ഇയാളെയും കണ്ടുകൂടായിരുന്നു. മുഖ്യമന്ത്രിനെ ഏറ്റവും ശത്രുതയായിരുന്നു എനിക്ക് മുഖ്യമന്ത്രി
വേണുഗോപാലോ രമേശ് ചെന്നിത്തലയാണെങ്കിലും ഒരു കുഴപ്പമില്ല. അത്രത്തോളം വെറുത്തോ ഈ സതീശനെയൊക്കെ ജനങ്ങള്? വെറുത്ത് അത് തന്നെ. പണ്ടൊക്കെ ഒരു പെണ്ണിന് പറഞ്ഞു കേട്ടില്ല, ഇയാൾ മറുപൂര് നിന്നാൽ പോലും ജയിക്കരുത്. എന്നിട്ട് ഇയാൾ ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സാറേ. നമുക്ക് ഇനിയെങ്കിലും ഒരു നല്ല ഭരണം വേണം ആരായാലും. ഞാൻ അതാ പറയുന്നത്. ഞാൻ കോൺഗ്രസ്സുകാരിച്ചാണ് ചെറുപ്പം, പക്ഷെ എനിക്ക് ഈ അച്ചുമാമണിയൊക്കെ ഇഷ്ടമായിരുന്നു. എന്നാ പറഞ്ഞാലും എനിക്ക് ഇയാളെ കണ്ടുകൂടായിരുന്നു പണ്ടേ തൊട്ട്, ഈ പിണറായിനെ. രമേശിനെയും കുഴപ്പമില്ല, എനിക്ക് മറ്റേ വേണുഗോപാലിനെയും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മുടെ രാഹുല് വരാൻ വേണ്ടി ഞാൻ ഇഷ്ടം പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നല്ലൊരു മനുഷ്യരൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ രാജ്യം നന്നായി പോവുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.